الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على أشرف رسل الله وعلى آله وأصحابه الفائزين برضا الله. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما من دابة في الأرض إلا على الله رزقها ويعلم مستقرها ومستودعها كل في كتاب مبين. ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ വന്നു എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ശിഷ്ടജീവിതത്തിൽ അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കാനും അവസാന മുഅ്മിനായി മരിക്കാനും അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കും നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ ഉൾപ്പെടെ എല്ലാവർക്കും അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗികൾക്ക് അള്ളാഹു പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്ത് പ്രയാസപ്പെടുന്ന ഫലസ്തീനുകളടക്കമുള്ള മുഴുവൻ മനുഷ്യർക്കും അള്ളാഹു ആശ്വാസവും സമാധാനവും പ്രദാനിക്കുമാറാകട്ടെ. ലോകം മുഴുവൻ അധികാരം നൽകപ്പെട്ട 4 പേരിൽ ഒരാളാണ് ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം. അദ്ദേഹത്തിന്റെ അധികാര പ്രദേശം ഭൂമിയിൽ അന്നുണ്ടായിരുന്ന ജനങ്ങളിൽ മുഴുവനുമായിരുന്നു. ഒരേ സമയം രാജാവും അതോടൊപ്പം പ്രവാചകനുമാകാൻ ഭാഗ്യം കിട്ടിയൊരു പ്രവാചകൻ കൂടിയാണ് സുലൈമാൻ നബി അലൈഹിസ്സലാം. ഈ സുലൈമാൻ നബി ഒരു ദിവസം അള്ളാഹുവിനോട് ചോദിച്ചു, പടച്ചവനെ, നീയാണല്ലോ എല്ലാ ദിവസവും സർവ്വ ജീവജാലങ്ങൾക്കും ഭക്ഷണം കൊടുക്കുന്നത്. ഒരു ദിവസം ഇവർക്കെല്ലാം ഭക്ഷണം നൽകേണ്ട ഒരു ഉത്തരവാദിത്തം എനിക്ക് തരണം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, സുലൈമാനെ, അത് നടക്കൂല, നിന്നെ കൊണ്ടതിന് കഴിയില്ല. അപ്പോൾ സുലൈമാൻ അലൈഹിസ്സലാം വീണ്ടും ചോദിച്ചു, പടച്ചവനെ, ഒരു ദിവസം നീ തരില്ലെങ്കിൽ ഒരു നേരമെങ്കിലും ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും ഭക്ഷണം കൊടുക്കാനുള്ള ഒരു അവകാശം എനിക്ക് തരണം, ഞാനത് ചെയ്യാം. അള്ളാഹു നിന്നെ കൊണ്ടത് നടക്കില്ല എന്ന് സുലൈമാൻ നബിയോട് ആവർത്തിച്ചു പറഞ്ഞിട്ടും സുലൈമാൻ നബിക്ക് അത് ബോധ്യപ്പെട്ടില്ല. അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല സുലൈമാൻ നബിക്ക് അതിനുള്ള ഒരു അവകാശം കൊടുത്തു. ഒരു നേരം നീ ഭക്ഷണം കൊടുക്കും. സുലൈമാൻ നബി അലൈഹി സ്വലാം ജിന്നുകളെ കീഴ്പ്പെടുത്തപ്പെട്ട പ്രവാചകനാണ്. അദ്ദേഹം ജിന്നുകളുടെ സഹായത്തോടെയും മനുഷ്യരുടെ സഹായത്തോടെയും തന്റെ അധികാര പ്രദേശത്തു നിന്ന് ലഭിക്കാവുന്ന ഭക്ഷണങ്ങൾ മുഴുവനും ഒരുമിച്ച് കൂട്ടി. അങ്ങനെ ഒരു നേരം എല്ലാ ജീവജാലങ്ങൾക്കും ഭക്ഷണം കൊടുക്കാൻ വേണ്ടി അദ്ദേഹം തയ്യാറെടുത്തു. ആർക്ക് ആദ്യം കൊടുക്കണം? കടൽ ജീവികൾക്ക് കൊടുക്കാമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. അങ്ങനെ കടലിനരികത്ത് ഈ ഭക്ഷണങ്ങളെല്ലാം ഒരുമിച്ച് കൂട്ടി കടൽ ജീവികളെ വിളിച്ചു പറഞ്ഞു, ഇന്ന് നിങ്ങൾക്കെല്ലാം ഭക്ഷണം തരേണ്ട ചുമതല എന്റേതാണ്, അതുകൊണ്ട് വരിൻ, ഭക്ഷണം കഴിക്കുന്നെന്ന് പറഞ്ഞ് കടൽ ജീവികളെ വിളിച്ചു. ആദ്യം സുലൈമാൻ നബിയുടെ വിളികേട്ട് വന്നത് ഒരു തിമിംഗലമാണ്. 4000 പല്ലുകളുള്ള തിമിംഗലം. തിമിംഗലം വന്ന് സുലൈമാൻ നബി കടൽ തീരത്തൊരുക്കിയ ഭക്ഷണങ്ങൾ ഇങ്ങനെ അല്പാൽപമായി കഴിക്കാൻ തുടങ്ങി. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തിമിംഗലം ആ മത്സ്യമാകെ തിന്നു തീർത്തു. എന്നിട്ടത് സുലൈമാന്റെ നേരെ നോക്കുകയാണ്. ഇനിയും ഭക്ഷണത്തിന് വേണ്ടി ആ തിമിംഗലം സുലൈമാന്റെ നേരെ ഒരു ദയനീയമായൊരു നോട്ടം നോക്കുകയാണ്. അപ്പോഴാണ് സുലൈമാൻ നബി അലൈഹി സ്വലാം ബോധ്യപ്പെട്ടത്, അത് പടച്ചോൻ പറഞ്ഞത് തന്നെയായിരുന്നു ശരി, എന്നെ കൊണ്ടത് നടക്കൂല.
ഞാൻ സർവ്വ ജീവജാലകൾക്കും ഭക്ഷണം കൊടുക്കാനാണ് പടച്ചോനോട് അനുമതി ചോദിച്ചത്. പക്ഷേ അള്ളാഹുവിന്റെ പടപ്പുകളിൽപ്പെട്ട കടൽ ജീവികളിൽപ്പെട്ട 10,000-കണക്കായ കടൽ ജീവികളിൽപ്പെട്ട ഒന്നിനു പോലും ഭക്ഷണം കൊടുത്തിട്ട് അത് വയറ് നിറയാതെ എന്റെ നേരെ ദയനീയമായ നോട്ടം നോക്കുക. ആ വിഷയത്തിൽ പോലും ഞാൻ പരാജയപ്പെട്ടു. ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്നത് ലോകത്ത് സർവ്വചരാചരങ്ങൾക്കും സർവ്വ ജീവജാലങ്ങൾക്കും ഭക്ഷണം കൊടുക്കാൻ കഴിയുന്നവൻ അള്ളാഹു മാത്രമാണെന്നും അള്ളാഹു റിസ്ക് കൊടുക്കാൻ തീരുമാനിച്ചാൽ എത്ര ജീവികളുണ്ടെങ്കിലും എത്ര മനുഷ്യരുണ്ടെങ്കിലും അവർക്കൊന്നും ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് പടച്ചോനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസമുള്ള കാര്യമല്ല എന്നും നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. പരിശുദ്ധ ഖുർആൻ ഈ വസ്തുത പലയിടങ്ങളിലും നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹ. ഈ ഭൂമിയിലുള്ള സർവ്വ ജീവജാലങ്ങളുടെയും റിസ്ക് അള്ളാഹു ഏറ്റെടുത്തിരിക്കുകയാണ്. വയഅലമു മുസ്തഖറഹ വമുസ്തൗദഅഹ. ആ ജീവി ഇപ്പോൾ എവിടെയുണ്ട്, അതിന് എങ്ങോട്ട് പോകും, അതിന്റെ അന്ത്യം എവിടെയായിരിക്കും, ഇത്തരം കാര്യങ്ങളെല്ലാം പടച്ചതമ്പുരാൻ അറിയാം. കുല്ലും ഫീ കിതാബിൻ മുബീൻ. ഇതെല്ലാം ഒരു വ്യക്തമായ കിതാബിൽ അള്ളാഹു എഴുതി വച്ചിട്ടുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നു. കഴിഞ്ഞ ആഴ്ചയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വളരെ വിചിത്രമായ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. അതിങ്ങനെയായിരുന്നു: റഷ്യയിലെ സ്കൂളുകളിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് പ്രസവിക്കാനും പ്രസവാനന്തരം കുട്ടികളെ വളർത്താനുമുള്ള സഹായത്തിനായിട്ട് 1,00,000 ഇന്ത്യൻ രൂപയ്ക്ക് തുല്യമാകുന്ന റഷ്യൻ നാണയം അനുവദിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവാണ്. റഷ്യയിലെ 10 പ്രവിശ്യകളിൽ ഒരാഴ്ചക്കകം അത് നടപ്പിലാക്കി കഴിഞ്ഞു. സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് പ്രസവിക്കാം, അവരെ പ്രസവിക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്നു. കുട്ടികൾ ജനിച്ചാൽ പ്രസവ രക്ഷയ്ക്കും കുട്ടികളെ വളർത്താനും ആവശ്യമുള്ള സർക്കാർ സഹായം പ്രഖ്യാപിക്കുകയാണ് പുടിൻ ചെയ്തത്. പുടിനെ ഇതിന് പ്രേരിപ്പിച്ച കാര്യം, റഷ്യ ഇന്ത്യയുടെ 5 ഇരട്ടി വലിപ്പമുള്ള രാജ്യമാണ്. അവിടുത്തെ ജനസംഖ്യ 14 കോടിയാണ്. ഇപ്പോൾ റഷ്യൻ സ്ത്രീകളുടെ പ്രത്യുൽപാദന നിരക്ക് എന്ന് പറയുന്നത് 1.41 ആണ്. സത്യത്തിൽ ഇപ്പോൾ വേണ്ടത് 2.05 ആണ്. അപ്പോ റഷ്യൻ സ്ത്രീകളുടെ പ്രത്യുൽപാദന നിരക്കിൽ ഗണ്യമായ കുറവ് വന്നൊരു സാഹചര്യത്തിലാണ് അത് നികത്താൻ വേണ്ടി സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടികളെ വേശ്യാവൃത്തിക്ക് പ്രോത്സാഹിപ്പിച്ച് അതിനാവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുത്ത് അങ്ങനെ കുട്ടികളെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് റഷ്യയിലെ ജനസംഖ്യ പിടിച്ചു നിർത്താൻ വേണ്ടിയുള്ള പ്രസിഡന്റിന്റെ ഒരു ആസൂത്രിതമായ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് പുടിൻ കഴിഞ്ഞ ആഴ്ച ഒരു പ്രഖ്യാപനം നടത്തിയത്. യുക്രൈനുമായുള്ള യുദ്ധത്തിൽ 2.5 ലക്ഷം പട്ടാളക്കാരാണ് റഷ്യക്ക് നഷ്ടപ്പെട്ടത്. ഇങ്ങനെ ജനസംഖ്യയിൽ ഉണ്ടാകുന്ന വലിയ കുറവ് പരിഹരിക്കാൻ അവർ കണ്ടെത്തിയ മാർഗം സ്കൂൾ കുട്ടികളെ കൊണ്ട് പ്രസവിപ്പിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഒരു രാജ്യം എത്തിപ്പെടുമ്പോൾ, ഇന്ത്യയുടെ 5 ഇരട്ടി വലിപ്പമുള്ള ഒരു രാജ്യം ജനസംഖ്യയില്ലാതെ പ്രയാസപ്പെട്ടുകൊണ്ട് അതിനുവേണ്ടി ഇത്തരത്തിലുള്ള വളഞ്ഞ മാർഗങ്ങൾ സ്വീകരിക്കുമ്പോൾ, അവിടെയാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ ഈ വിഷയത്തിലുള്ള കൃത്യമായ ഒരു കാഴ്ചപ്പാട് നമ്മെ ബോധ്യപ്പെടുത്തി തരുന്ന ചില വസ്തുതകളിലേക്ക് നമ്മൾ കടന്നുപോകേണ്ടത്. 1987 ജൂലൈ 11 ലോക ജനസംഖ്യ 500 കോടി തികഞ്ഞത്. ഇന്ന് ലോക ജനസംഖ്യ 800 കോടിയുടെ മുകളിലാണ്. 1987 ജൂലൈ 11 500 കോടി തികഞ്ഞതിന്റെ ഭാഗമായി 1988 മുതൽ എല്ലാ വർഷവും ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കാൻ വേണ്ടി UN ആഹ്വാനം ചെയ്തിരിക്കുകയാണ്.
അതനുസരിച്ച് ഇന്ന് ലോകത്തെമ്പാടും ജനസംഖ്യാ ദിനാചരണം നടക്കുകയാണ്. ആദം നബി അലൈഹി ഇസ്ലാമിന് ശേഷം മനുഷ്യർ ഇങ്ങനെ പെറ്റുപെരുകിക്കൊണ്ടിരുന്നു. പക്ഷേ 18ാം നൂറ്റാണ്ടിലാണ് ഒരു ജനസംഖ്യ വിസ്ഫോടനം എന്നൊരർത്ഥത്തിലേക്ക് ജനസംഖ്യ എത്തിപ്പെട്ടു എന്ന് ലോകം വിലയിരുത്താൻ തുടങ്ങിയത്. 1900 ജനസംഖ്യയുടെ അനുപാതം 1.6 ആണെങ്കിൽ 2000 6.1 ആയി മാറി 6 ഇരട്ടി വർദ്ധിച്ചു. അപ്പൊ 18ാം നൂറ്റാണ്ട് മുതലുണ്ടായ ഈ ജനസംഖ്യയുടെ ഈ ക്രമാതീതമായൊരു വർധനയാണ് സത്യത്തിൽ മനുഷ്യരുടെ പെരുപ്പം ലോകത്ത് പ്രശ്നമാണ് എന്നൊരു കണ്ടെത്തലിലേക്ക് ആധുനിക ചിന്തകന്മാർ എത്തിച്ചേർന്നത്. അങ്ങനെ ജനസംഖ്യ കുറയ്ക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളെക്കുറിച്ച് പഠിച്ചു, പ്രാവർത്തികമാക്കാൻ തുടങ്ങി. അതിന് കണ്ടെത്തിയ മാർഗമാണ് ജനകീയ ഈ മനുഷ്യരെ കൊല്ലുന്ന പരിപാടി, കുടുംബാസൂത്രണം. നമ്മുടെ കൊച്ചു കേരളത്തിൽ പോലും, മനുഷ്യമൂല്യങ്ങൾക്ക് വില കൽപ്പിക്കുന്ന കൊച്ചു കേരളത്തിൽ പോലും ജസ്റ്റിസ് കൃഷ്ണയ്യരുടെ നേതൃത്വത്തിൽ 2011 ഒരു കമ്മീഷൻ രൂപീകരിച്ചു. കുട്ടികളുടെയും സ്ത്രീകളുടെയും ക്ഷേമം ലക്ഷ്യമാക്കിക്കൊണ്ട് പ്രഖ്യാപിച്ച ആ കമ്മീഷൻ വിമൻസ് കോഡ് എന്ന പേരിൽ ഒരു കോഡ് പുറത്തിറക്കി. അതിലെ ചില നിർദ്ദേശങ്ങൾ കേട്ടാൽ ലജ്ജിച്ച് തലതാഴ്ത്തി പോകും. 2-ലധികം കുട്ടികളുള്ള ആളുകൾക്ക് സർക്കാർ ആനുകൂല്യങ്ങൾ നൽകരുത്. അതേപോലെ തന്നെ എല്ലാ ആശുപത്രികളിലും ഗർഭചിത്രം പ്രോത്സാഹിപ്പിക്കണം, അതിനാവശ്യമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തണം. ജനസംഖ്യാ വർധനവിന് വേണ്ടി പ്രവർത്തിക്കുന്ന, അതിനുവേണ്ടി ശബ്ദിക്കുന്ന ആളുകൾക്ക് പിഴയടയ്ക്കണം, അതിനെതിരെ പ്രവർത്തിക്കുന്നവർക്ക് റിവാർഡ് കൊടുക്കണം. ഇങ്ങനെയുള്ള ചില നിർദ്ദേശങ്ങളുമായിട്ടാണ് 2011 വിമൻസ് കോഡ് എന്ന പേരിൽ ജസ്റ്റിസ് കൃഷ്ണയ്യർ അന്നത്തെ കേരള മുഖ്യമന്ത്രിക്ക് ഒരു റിപ്പോർട്ട് സമർപ്പിച്ചത്. ഇവിടെയാണ് മനുഷ്യൻ എങ്ങനെയാണ് മനുഷ്യന് ഭീഷണിയായി മാറുക. സത്യത്തിൽ ജനിക്കാനിരിക്കുന്ന കുഞ്ഞിനെ കൊന്നുകളയുന്ന ഈ നികൃഷ്ടമായ പരിപാടി, ഒരു പരിഷ്കൃത സമൂഹത്തിന് യോജിക്കാത്തൊരു നിലപാട്. അടുത്തൊരു മനുഷ്യൻ ജനിക്കുമ്പോൾ അവന്റെ കൈകൂടി എന്റെ ആഹാരപാത്രത്തിലേക്ക് വരുമെന്നുള്ള മനുഷ്യന്റെ വലിയൊരു ഭയം കാരണമാണ് ജനസംഖ്യാ നിയന്ത്രണത്തിന് മനുഷ്യൻ തയ്യാറാകുന്നത്. അതുകൊണ്ടാണ് മനുഷ്യന്റെ ശത്രുവായി മാറുന്നു. മനുഷ്യരുടെ എണ്ണസംഖ്യ കുറയ്ക്കേണ്ടതുണ്ട് എന്ന് മനുഷ്യൻ തീരുമാനിക്കുന്നു. എസ്.കെ. പൊറ്റക്കാട് പറഞ്ഞതുപോലെ മർത്തിനെ പോലെ ഇത്ര നിർഭയനായ ഒരു ശത്രുവില്ല. ഈ ഒരു നിലപാട് ലോകത്ത് മുന്നോട്ടു പോയി. ഇപ്പോൾ റഷ്യ പോലുള്ള രാജ്യങ്ങൾ ജനസംഖ്യ നിയന്ത്രിക്കണമെന്ന് മനസ്സിലാക്കി അവിടെ നിയമങ്ങൾ കൊണ്ടുവന്ന രാജ്യങ്ങൾ ഇപ്പോൾ ജനസംഖ്യ അധികരിപ്പിക്കണമെന്നൊരു ചിന്താഗതിയിലേക്ക് എത്തിയ കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞു വച്ചത്. ഇപ്പോൾ അവർ ജനസംഖ്യ വർദ്ധിപ്പിക്കാൻ വേണ്ടി ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ ജനസംഖ്യ ലോകത്തിനൊരു ഭീഷണിയല്ല, ഭൂമിക്കൊരു ഭാരമല്ല. മനുഷ്യർ എത്രയുണ്ടെങ്കിലും മനുഷ്യൻ എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കാര്യം. മനുഷ്യന്റെ വിഭവശേഷി, മാനവ വിഭവശേഷിയാണ് ഏറ്റവും വലിയ സമ്പത്ത്. അതല്ലേ ഈ രാജ്യം പിടിച്ചു നിൽക്കുന്നത്. ലോക ജനസംഖ്യയുടെ 1/3 ഇന്ത്യയിലും ചൈനയിലുമായിട്ടുണ്ട്. ഇന്ന് ലോകത്തെ നിയന്ത്രിക്കാൻ കഴിയുന്ന വൻ ശക്തികളായി ഇന്ത്യയും ചൈനയും വളർന്നു വരുന്നെങ്കിൽ അതിന്റെ പിന്നിലുള്ളത് ഈ രാജ്യത്തെ മനുഷ്യന്റെ ശക്തിയാണ്. അതുകൊണ്ടാണ് മാനവ വിഭവ വികസന മന്ത്രാലയം എന്ന പേരിൽ ഒരു മന്ത്രാലയം തന്നെ നമ്മുടെ രാജ്യത്തിനുണ്ട്, മനുഷ്യശേഷിയെ വികസിപ്പിച്ചെടുക്കാൻ വേണ്ടി. അപ്പൊ മനുഷ്യർ അധികരിക്കുന്നത് ഒരാൾക്കും ഒന്നിനും ഭീഷണിയല്ല. സത്യത്തിൽ മനുഷ്യൻ അപകടമാണെന്ന് കണ്ടുപിടിച്ചത് മാൽത്തൂസാണ്. മാൽത്തൂസ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് ശാസ്ത്രജ്ഞനാണ് ലോകത്താദ്യമായി 1798 ഇദ്ദേഹം ഈ സിദ്ധാന്തവുമായിട്ട് വരുന്നത്. അദ്ദേഹം 1834 മരിച്ചു. മാൽത്തൂസാണ് ആദ്യം പറഞ്ഞത് മനുഷ്യരെ കുറയ്ക്കണം, മനുഷ്യന്റെ എണ്ണം ഇങ്ങനെ പെരുകാൻ പാടില്ല, മനുഷ്യന്റെ എണ്ണം പെരുകിയാൽ മനുഷ്യനത് ഭീഷണിയാണ്. അദ്ദേഹം പറഞ്ഞൊരു വാക്യമുണ്ട്, അദ്ദേഹത്തിന്റെ ഒരു സൂത്രവാക്യം: 1, 2, 4, 8, 16, 32 ഇങ്ങനെയാണ് ജനങ്ങൾ വളരുന്നതെങ്കിൽ ലോകത്ത് മനുഷ്യന്റെ വിഭവങ്ങൾ വളരുന്നത് 1, 2, 3, 4, 5, 6 എന്ന ക്രമത്തിലാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ പെരുകുന്നതിനനുസരിച്ച് ലോകത്ത് വിഭവങ്ങൾ പെരുകുന്നില്ല എന്നുള്ള ഒരു വികൃതമായ കാഴ്ചപ്പാടാണ് മാൽത്തൂസ് മുന്നോട്ട് വച്ചത്. മാൽത്തൂസിന്റെ സിദ്ധാന്തമാണ് ലോകത്ത് മുഴുവനും മക്കളെ കൊല്ലണം,
ജനസംഖ്യ കുറയ്ക്കണമെന്നൊരു ചിന്താഗതിയിലേക്ക് ലോകരാജ്യങ്ങളെ കൊണ്ടുവന്നെത്തിച്ചു. പക്ഷെ ഇപ്പൊ പിന്നോട്ട് സഞ്ചരിക്കാൻ തുടങ്ങി. അതല്ല കാര്യം. ഇന്ത്യക്ക് പോലും ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും ഭക്ഷണം കൊടുക്കാൻ കഴിയുമെന്ന് ഇന്ത്യയിലെ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ പറയുന്നുണ്ട്. രാജകൃഷ്ണ എന്ന് പറയുന്ന 1991 മരിച്ചുപോയ ഇന്ത്യ കണ്ട വലിയൊരു സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് രാജകൃഷ്ണ. അദ്ദേഹം അന്ന് പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യ വിചാരിച്ച ലോകത്തെ മുഴുവൻ മനുഷ്യർക്കും ഭക്ഷണം കൊടുക്കാൻ ഇന്ത്യക്ക് കഴിയും. അത്രയ്ക്കും വിഭവശേഷി ഇന്ത്യയിലുണ്ട്. ഇന്നത്തെ ഇന്ത്യയല്ല. 2014 ശേഷമുള്ള ഇന്ത്യ കർഷകനെ അടിച്ചമർത്തുന്ന ഇന്ത്യയാണ്. അതുകൊണ്ടാണ് സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം രാജ്യങ്ങളുടെ ഏറ്റവും വലിയ സമരം കർഷക സമരമാണ്. ഡൽഹിയിലെ കർഷകന്റെ അവകാശങ്ങൾ നിഷേധിക്കുകയാണ്. നമ്മളതല്ല പറയുന്നത്. മനുഷ്യൻ വർദ്ധിക്കുന്നതിനനുസരിച്ച് മനുഷ്യന്റെ വിഭവശേഷി, അവന്റെ കഴിവ്, അവന്റെ കണ്ടെത്തലുകൾ, അതിനെ രചനാത്മകമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മനുഷ്യൻ ഭൂമിയിൽ കൃഷി ചെയ്യാനും ആ കൃഷി ചെയ്യുന്നതിനെ നല്ല രീതിയിൽ അതിനെ ക്രമീകരിക്കാനും വേണ്ടി പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നു. സത്യത്തിൽ ഇന്നത്തെ പ്രശ്നം ഭക്ഷണമില്ല എന്നുള്ളതല്ല. എത്ര ഭക്ഷണമാണ് നമ്മൾ ദൂർത്തടിക്കുന്നത്? നമ്മുടെ തീന്മേശകളിൽ ദൂർത്തടിക്കുന്ന ഭക്ഷണം എത്ര പേർക്ക് മതിയാകും? ഭക്ഷണം ദൂർത്തടിക്കരുതെന്ന് പഠിപ്പിച്ചൊരു മതത്തിന്റെ അനുയായികളാണ് നമ്മൾ ഭക്ഷണം ഇങ്ങനെ വെറുതെ വേസ്റ്റാക്കുകയാണ്. ലോകത്തെ വേസ്റ്റായി മനുഷ്യൻ പുറന്തള്ളുന്ന ഭക്ഷണം മതി പട്ടിണി കിടക്കുന്ന മനുഷ്യർക്ക് ജീവിക്കാൻ. 850 കോടി ജനങ്ങൾ ഇന്ന് ലോകത്തുണ്ടെങ്കിൽ 90 കോടി മനുഷ്യർ ഇന്ന് പട്ടിണിയിലാണ്. അവരുടെ പട്ടിണി മാറ്റാൻ നമ്മൾ വേസ്റ്റാക്കുന്ന ഭക്ഷണം മതിയാകും. അവിടെയാണ് പരിശുദ്ധ ഇസ്ലാം പറഞ്ഞത് ഭക്ഷണം വേസ്റ്റാക്കരുത്. ഫിറോൻ ലോകം കണ്ട ഏറ്റവും സ്വേച്ഛാധിപതിയായ ചക്രവർത്തിയാണ്. പക്ഷേ ആ മനുഷ്യനൊരു നന്മയുണ്ടായിരുന്നു. ഫിറോൻ ഒരിക്കലും ഭക്ഷണം വേസ്റ്റാക്കുമായിരുന്നില്ല. അദ്ദേഹം തന്റെ പരിവാരങ്ങളോടൊപ്പം കുതിരപ്പുറത്ത് സഞ്ചരിക്കുമ്പോ എവിടെയെങ്കിലും ഒരു റൊട്ടിക്കഷ്ണം വീണ് കിടക്കുന്ന കണ്ടാൽ ഫിറോൻ താഴെ ഇറങ്ങി അതെടുത്ത് അതിന്റെ മാലിന്യങ്ങൾ അകറ്റി വേണമെങ്കിൽ കഴിക്കും, അല്ലെങ്കിൽ ആർക്കെങ്കിലും കഴിക്കാൻ കൊടുക്കും. ഈ സ്വേച്ഛാധിപതിയായ ഫറോ പോലും ഭക്ഷണം വേസ്റ്റാക്കിയിട്ടില്ല. അവിടെയാണ് നമ്മൾ ഭക്ഷണം ഇങ്ങനെ വേസ്റ്റാക്കി വലിച്ചെറിയുന്നത്. എന്നിട്ട് ജനസംഖ്യ നിയന്ത്രണത്തിന് വേണ്ടി മുറവിളി കൂട്ടുകയാണ്. അതേപോലെ ലോകത്ത് ജനസംഖ്യ നിയന്ത്രിക്കുക എന്നുള്ള പടച്ചവൻ ഏറ്റെടുത്തൊരു കാര്യമാണ്. അത് അള്ളാഹു വേണ്ട സമയത്ത് ചെയ്യും. അതിന് അള്ളാഹുവിനൊരു ക്രമമുണ്ട്. ലോകത്ത് എത്ര ആളുകളാണ് രോഗം മൂലം മരിച്ചു പോകുന്നത്? പകർച്ചവ്യാധികൾ. മധ്യയുഗം കണ്ട ഏറ്റവും വലിയ പകർച്ചവ്യാധിയല്ലേ യൂറോപ്പിൽ പടർന്നു പിടിച്ച പ്ലേഗ്? കറുത്ത മരണം എന്ന് നമ്മളൊക്കെ പേരിട്ട് വിളിച്ച പ്ലേഗിൽ അന്ന് മരിച്ചത് 20 കോടി മനുഷ്യരാണ്. ചുരുങ്ങിയ കാലം കൊണ്ട് 20 കോടി മനുഷ്യരില്ലാതായി. അങ്ങനെയാണ് യൂറോപ്പിന്റെ ജനസംഖ്യ 30% മുതൽ 60% വരെ കുറഞ്ഞു. സത്യത്തിൽ യൂറോപ്പിന്റെ ഒരു തന്ത്രമായിരുന്നു, തങ്ങളുടെ മേൽക്കൈ നഷ്ടപ്പെടുമെന്നുള്ള ഭയത്തിന്റെ പേരിൽ മാൽത്തൂസിനെ കൊണ്ട് യൂറോപ്പ് പ്രയോഗിപ്പിച്ചൊരു തന്ത്രമാണ് ജനസംഖ്യ കുറയ്ക്കൽ. കാരണം 2060 യൂറോപ്പിലെ ജനസംഖ്യ ലോക ജനസംഖ്യയുടെ 1/3 യൂറോപ്പിലായിരുന്നു. ഇന്ന് 1/6 യൂറോപ്പിലുള്ളത്. 2050 ആകുമ്പോൾ ലോക ജനസംഖ്യയുടെ 10% യൂറോപ്പിലുണ്ടാകുക. അതേസമയം ഇന്ത്യയിലും ചൈനയിലും കൂടി ലോക ജനസംഖ്യയുടെ 1/3 അത്രയും വലിയ ജനശക്തിയാണ് നമ്മൾ. അതേപോലെ തന്നെ യുദ്ധങ്ങൾ. 1918 സ്പാനിഷ് ഫ്ലൂ എന്ന് പറയുന്ന പകർച്ചവ്യാധി 10 കോടി മനുഷ്യരാണ് അന്ന് മരിച്ചുപോയത്. ഇന്ത്യയിൽ നിന്ന് തുടങ്ങി ബ്രസീലിലെത്തി, ഇറാനിലെത്തി, റഷ്യയിലെത്തി, അവിടെ നിന്ന് സ്പെയിനിലെത്തിയ സ്പാനിഷ് ഫ്ലൂ 10 കോടി മനുഷ്യർ മരിച്ചു. യുദ്ധങ്ങളിലൂടെ എത്ര ആളുകൾ മരിച്ചു? 1-ാം ലോക യുദ്ധത്തിൽ 17 ദശലക്ഷം മനുഷ്യർ മരിച്ചു. 2-ാം ലോക യുദ്ധത്തിൽ 60 ദശലക്ഷം മനുഷ്യന്മാർ മരിച്ചു. ഇന്നും ലോകത്ത് എത്ര യുദ്ധങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്? ഈ നെതന്യാഹുവിനെ പോലുള്ള ആളുകളുള്ളപ്പോൾ എന്തിനാണ് ഒരു ജനസംഖ്യാ നിയന്ത്രണം? അതിങ്ങനെയുള്ള ചക്രവർത്തിമാർ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തനാക്കഹു വതവാലദു, നിങ്ങൾ വിവാഹം കഴിക്കണം, നിങ്ങൾക്ക് മക്കളുണ്ടാകണം, നിങ്ങൾക്ക് മക്കൾ അധികമുണ്ടാകണം. ഫഇന്നി മുകാഫിറും ബിക്കുമുൽ ഉമമ യൗമൽ ഖിയാമ, നിങ്ങളുടെ പെരുപ്പം കൊണ്ട് എനിക്ക് അഭിമാനം പറയാനുള്ളതാണ് അന്ത്യനാളിൽ. എന്റെ ഉമ്മത്തികൾ അധികരിക്കണം, അതുകൊണ്ട് നിങ്ങൾക്ക് ധാരാളം മക്കളുണ്ടാകണം. എത്ര മക്കളുണ്ടാകണം എന്ന് ഇസ്ലാം പറയുന്നില്ല. പക്ഷെ സന്താന നിയന്ത്രണം, സന്താനങ്ങൾ ഇല്ലാതാക്കുന്ന ഒരവസ്ഥ, അത് തീർച്ചയായിട്ടും തെറ്റാണ്. ഉള്ള മക്കൾക്ക് ആവശ്യമായ വിദ്യാഭ്യാസവും അവരുടെ ചികിത്സയും ഒക്കെ കൊടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള അകലങ്ങൾ പാലിക്കാം.
എന്നല്ലാതെ തീരെ മക്കളെ വേണ്ടെന്ന് വെക്കുന്ന പരിപാടി അത് ഇസ്ലാം നിരോധിച്ച കാര്യമാണ്. സന്താന നിരോധനം അത് പാടില്ല. ഗർഭചിത്രം ചെയ്യുന്നത് ഇസ്ലാമിൽ നിഷിദ്ധമാണ്, ഹറാമാണിത്. അതിന്റെ കാലാവധി എത്രയെന്നുള്ളത് വേറൊരു കാര്യമാണ്, ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് മക്കളുണ്ടാകണം. അന്ത്യനാളിൽ ഞാൻ നിങ്ങളെ കൊണ്ട് അഭിമാനം പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. വലാ തഖ്തുലു ഔലാദക്കും ഖശ്യത ഇംലാക്. ദാരിദ്ര്യത്തെ പേടിച്ച് നിങ്ങൾ മക്കളെ കൊല്ലരുത്. ഖുർആൻ രണ്ട് രീതിയിൽ പ്രയോഗിക്കുന്നുണ്ട്. ഖശ്യത ഇംലാക്, ദാരിദ്ര്യത്തെ പേടിച്ചുകൊണ്ട് നിങ്ങൾ മക്കളെ കൊല്ലരുത്. ഒരു സ്ഥലത്ത് പറഞ്ഞു മിൻ ഇംലാക്, ഇപ്പോഴുള്ള ദാരിദ്ര്യത്തിന്റെ പേരിലും മക്കളെ കൊല്ലരുത്. മക്കളെ കൊല്ലൽ വലിയ പാപമാണ്, ഗുരുതരമായ തെറ്റാണത്. ഈ രീതിയിൽ പരിശുദ്ധ ഇസ്ലാം ആ വിഷയത്തെ കാണുകയും നിരുത്സാഹപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞൊരു സുദീർഘമായ ഒരു ഹദീസുണ്ട്. ഹദീസ് കേട്ടാൽ ഇന്നത്തെ കാലത്തെ കുറിച്ചാണത് പറഞ്ഞതെന്ന് നമ്മൾക്ക് തോന്നിപ്പോകും. അന്ത്യനാളടുക്കുമ്പോൾ യഹ്സുനു സവാത്തുൽ ഔലാദ്, മക്കളുള്ള ആളുകൾ ദുഃഖിക്കുന്ന കാലം വരും. മക്കളുള്ള മാതാപിതാക്കൾ ദുഃഖിക്കും, മക്കൾ വേണ്ടായിരുന്നു എന്ന് ചിന്തിക്കും. മക്കളില്ലാത്തവർ സന്തോഷിക്കുകയും മക്കളുള്ളവർ ദുഃഖിക്കുകയും ചെയ്യുന്ന ഒരു കാലം വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. സത്യത്തിൽ ഇന്നാ കാലമല്ലേ. മറ്റൊരു ഹദീസ് ഇങ്ങനെയാണ്: ഇദഖതറബ സമാൻ, അന്ത്യനാൾ അടുക്കുന്ന സമയം, ലോകാവസാനത്തിൽ അടുക്കുന്ന സമയം, ലാ യുറബ്ബി റജുലു ജർവൻ ലഹു, ഒരാൾ തന്റെ പട്ടിക്കുട്ടിയെ വളർത്തലായിരിക്കും ഖൈറുൻ ലഹു മിൻ അൻ യുറബ്ബിയ വലദൻ ലഹു, സ്വന്തം മക്കളെ വളർത്തുന്നതിനേക്കാൾ നല്ലത്. ഇവന്റെ നേരത്ത്, ഈ മകനുണ്ടായ നേരത്ത് ഒരു പട്ടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് മാതാപിതാക്കൾ ചിന്തിച്ചു പോകും. ഇത് 14 നൂറ്റാണ്ടും റസൂലുള്ള പറയാണ്. ഇന്ന് പല മാതാപിതാക്കളും അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ഇവനെ വളർത്തുന്ന നേരത്തെ ഒരു പട്ടിക്കുട്ടിയെ വളർത്തിയിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് മക്കൾ എത്തിപ്പോയി. മക്കൾ ഏതൊരു ലോകത്താണ്, ലഹരിയുടെ ലോകത്താണ് മക്കൾ. ലഹരി മാറ്റാൻ വേണ്ടി സർക്കാർ സുംബ ഡാൻസ് കൊടുത്തിട്ടുണ്ട്. ഡാൻസ് എന്ത് കളിച്ചാലും ലഹരി മാറി കിട്ടിയാൽ മതി. ലഹരിയുടെ ലോകത്താണ്, ലഹരിക്ക് അടിമകളാണ് മക്കൾ. മാതാപിതാക്കളെ അനുസരിക്കാത്ത മക്കൾ, വഴിതെറ്റിപ്പോയ മക്കൾ. കഴിഞ്ഞ 2 ആഴ്ച മുമ്പല്ലേ നമ്മൾ കണ്ടത് മൂവാറ്റുപുഴയിൽ ഡാർക്ക് നെറ്റിലൂടെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ലഹരി. അത് പേര് എഡിസൺ എന്നായതുകൊണ്ട് ചർച്ചയായില്ല എന്ന് മാത്രമേ ഉള്ളൂ. പിടിക്കപ്പെട്ട ആള് മുസ്ലിം പേരുകാരനില്ലാത്തതുകൊണ്ട് ചർച്ചയായില്ല. അപ്പൊ മക്കളെ വഴിതെറ്റിക്കാനുള്ള ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളെല്ലാം ഒത്തുകൂടിയ ഒരു കാലഘട്ടത്തിൽ മക്കളെ വളർത്തുക എന്നുള്ളത് ഒരു ഭീഷണിയായി നമ്മൾ കാണുകയാണ്. മക്കൾ വേണ്ട എന്ന് തീരുമാനിക്കുകയാണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമാണ് നമ്മുടെ മക്കൾ. അവരെ ദീനിയായ ചിട്ടയിലൂടെ വളർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞാൽ ആ മക്കൾ ഈ ലോകത്തും നമുക്കൊരു സൗഭാഗ്യമാണ്. നാളെ അല്ലാഹുവിന്റെ മഹ്ശറയിലും നമുക്ക് ആ മക്കൾ അനുകൂല സാക്ഷിയായിരിക്കും. അതുകൊണ്ട് മക്കൾ ഉണ്ടാകണം, ധാരാളം മക്കൾ ഉണ്ടാകണം. അത് പ്രവാചകന്റെ ഒരു താല്പര്യമാണ്. ആ മക്കളെ ദീനിയായ ചിട്ടയിലൂടെ വളർത്തുകയും വേണം. അവർക്ക് റിസ്ക് കൊടുക്കുന്ന കാര്യം നമ്മുടെ ഉത്തരവാദിത്തമല്ല, അത് പടച്ചമ്പുരാൻ ഏറ്റിട്ടുണ്ട്. ഒരു മകനെ വളർത്തുന്നതും അള്ളയാണ്, 5 മക്കളെ വളർത്തുന്നതും അള്ളയാണ്. അള്ളാഹു പറയുന്നുണ്ട്, എല്ലാത്തിന്റെയും ഖജനാവ് എന്റെ അടുക്കലുണ്ട്. നിങ്ങൾക്ക് എത്ര റേഷൻ വേണം, പഞ്ചസാര വേണം, അരി വേണം, എന്റെ അടുക്കൽ സ്റ്റോക്ക് ഉണ്ട്. എല്ലാവർക്കും കൊടുക്കാൻ സ്റ്റോക്ക് എന്റെ അടുക്കലുണ്ട്. എന്റെ അടുക്കലുള്ള സ്റ്റോക്ക് ഒരിക്കലും തീർന്നു പോകൂല. നിങ്ങൾ എന്നോട് ചോദിക്കുന്നെന്ന് പടച്ചതമ്പുരാൻ പറയുന്നു. അതുകൊണ്ട് വർദ്ധിച്ചു വരുന്ന ജനസംഖ്യ ആർക്കും ഭീഷണിയല്ല, ലോകത്തിന് ഭീഷണിയല്ല, ഒരാളും പേടിക്കേണ്ടതില്ല. മനുഷ്യൻ എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും വലിയ ശക്തിയാണ്. അള്ളാഹു ആദരിച്ച പടപ്പാണ് മനുഷ്യൻ. അതുകൊണ്ട് ഈ ജനസംഖ്യാ ദിനത്തിൽ തിരിച്ചു നടക്കുന്ന ലോകത്തെ കണ്ടുകൊണ്ട് നമുക്ക് സന്തോഷിക്കാം. നിങ്ങൾ തിരിച്ചു വരുന്നത് ഖുർആനിലേക്കാണ്, നിങ്ങൾ തിരിച്ചു വരുന്നത് പ്രവാചകന്റെ പാതയിലേക്കാണ്. തീർച്ചയായിട്ടും മക്കൾ ഭീഷണിയല്ല എന്നൊരു കണ്ടെത്തലിലേക്കാണ് നിങ്ങൾ എത്തിച്ചേർന്നിട്ടുള്ളത്. അള്ളാഹു നല്ല നിലയ്ക്ക് ചിന്തിക്കാനും സൽപാന്താവിലൂടെ സഞ്ചരിക്കാനും ലോകത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹിർ ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.